വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1992 7 കുട്ടികളുടെ ചെറുവാടി അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് വാടക കെട്ടിടത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ 1998 സ്ഥിരം കെട്ടിടത്തിലേക്ക് മാറുകയുണ്ടായി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി 100ഓളം അനാഥ അഗതി പെൺകുട്ടികൾ ഇന്ന് ബനാത്തിൽ പഠനം നടത്തിവരുന്നു. ചെറുവാടിയിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് അൽബനാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ്. അതിൻ്റെ പരിസരത്ത് കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് മതപരമായി വളരെ നല്ല ചിട്ടയോടും കൂടിയാണ് ബനാത്തിലേക്ക് വിദ്യാർത്ഥിനികൾ പോകുന്നതും വരുന്നതും. ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ നിമിഷം വിനിയോഗിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും അൽബനാത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ കാണുമ്പോൾ ചെറുവാടിക്കാരായ ഞങ്ങളുടെ സഹോദരിമാർക്കും മക്കൾക്കും അൽബനാത്ത് തികച്ചും ഒരു അനുഗ്രഹമാണ്. മതഭൗതിക വിദ്യാഭ്യാസ സമന്വയം എന്ന ലക്ഷ്യത്തിലൂടെ ഹൈസ്കൂൾ, +2, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, BA എക്കണോമിക്സ്, ഇംഗ്ലീഷ്, അഫ്ളലുൽ ഉലമ, പ്രിലിമിനറി എന്നീ കോഴ്സുകളിലായി 240-ലധികം വിദ്യാർത്ഥിനികൾ ഇപ്പോൾ ഇവിടെ പഠനം നടത്തുന്നു. +2 സയൻസ് കോഴ്സിനോടുകൂടി തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങും നടന്നുവരുന്നു. കേരളത്തിലെ എൻട്രൻസ് പരിശീലന രംഗത്തെ മികച്ച അധ്യാപകരാണ് ഈ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഖുർആൻ, ഹദീസ്, ഫിഖ് തുടങ്ങിയ മതവിഷയങ്ങളിൽ അറിവുള്ളവരും മതപ്രബോധനം നടത്താനും മതകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിവുള്ളവരുമായ വനിതകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശരീഅത്ത് കോളേജും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗൃഹഭരണം, സന്താന പരിപാലനം, രോഗശുശ്രൂഷ, പാചകം, കുടുംബ ബജറ്റ്, ടൈം മാനേജ്മെന്റ്, സ്വഭാവശാസ്ത്രം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക് ഹോം സയൻസ് എല്ലാ കോഴ്സിനോടൊപ്പവും കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. ഇമാം ഗസാലി പബ്ലിക് സ്കൂളും നഴ്സറി സ്കൂളും ബനാത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ടൈലറിംഗ്, എംബ്രോയിഡറി, സോപ്പ്, കുട, പേപ്പർ ബാഗ്, സൂപ്പർ വൈറ്റ്, പെനോയിൽ തുടങ്ങിയ ഒട്ടേറെ കൈത്തൊഴിലുകളും കരവിരുതുകളും നിത്യോപയോഗ വസ്തുക്കളും നിർമ്മിക്കാൻ പരിശീലിച്ച് പഠനത്തോടുകൂടെ ബനാത്തിലെ വിദ്യാർത്ഥിനികൾ ജീവിതമാർഗവും കൈവശമാക്കുന്നു. I am Fatibat Salwa, studying in this institution. I am coming from Karnataka and I have joined this institution this year, studying in +1 Commerce. First of all, I will say you the reason for me joining to this institution. Actually, we didn't know about this institution, but we came to know about this institution by my father's friend.
My father's friend, his sister-in-law is studying in this institution, and he said that this institution is very famous, and he said that if I'll be joined to this institution, I'll become a role model to my family. After joining this institution, I have improved a lot. Modern mingling education and also religious education are given importance here. We all live like a family in this institution, and the teachers are very caring. If we get ill, the teachers will come near us and console us. By this, our illness will be cured. So I conclude that by suggesting you that if you want your child to become a role model to your family, you better choose Al-Banat institution. Thank you. Thank you. ನನ್ನ ಹೆಸರು ಫಾತಿಮಾ ಜುಮೈಲಾ. ನಾನು ಇಲ್ಲಿ 3 ವರ್ಷದಿಂದ ಕಲಿಯುತ್ತಿದ್ದೇನೆ. BA ಎಕನಾಮಿಕ್ಸ್ ತೆಗೆದು ಫೈನಲ್ BAಯಲ್ಲಿ ಕಲಿಯುತ್ತಿದ್ದೇನೆ. ಕರ್ನಾಟಕದಿಂದ ಇಲ್ಲಿ ಬಂದು ನನಗೆ ಇಲ್ಲಿ ತುಂಬ ಸಂತೋಷವಾಗಿದೆ. ಒಂದೇ ತಾಯಿಯ ಮಕ್ಕಳಂತೆ ನಾವು ಇಲ್ಲಿ ಕಲಿಯುತ್ತಿದ್ದೇವೆ. ಮತ, ಧಾರ್ಮಿಕ, ಬೌದ್ಧಿಕವಾದ ಎಲ್ಲ ವಿಷಯಗಳಲ್ಲೂ ನಾವು ಕರ್ನಾಟಕದಿಂದ ಬಂದು ಇಲ್ಲಿ ಮುಂದಿದ್ದೇವೆ. ನಮಗೆ ಧಾರ್ಮಿಕವಾಗಿ ಅಧಿಕ ವಿಷಯವು ಇಲ್ಲಿ ಸಿಕ್ಕಿದೆ. എല്ലാ മേഖലകളിലും മതബോധമുള്ളവരെ സൃഷ്ടിക്കുക എന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസ വീക്ഷണത്തിന്റെ അടിത്തറയാണ്. ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ബനാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബൈറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്ത്രീധനരഹിത സമൂഹ വിവാഹം, മെഡിക്കൽ ക്യാമ്പ്, അരി വിതരണം, സമൂഹ നോമ്പുതുറ, മെഡിക്കൽ റിലീഫ് സെന്റർ തുടങ്ങിയ സാമൂഹ്യ സേവന രംഗങ്ങളിലും അൽബനാത്ത് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നു. അക്കാദമിക് രംഗത്ത് അൽബനാത്ത് 100 മേനി വിളയിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 8 റാങ്കുകാരികളെ ഇതിനകം ബനാത്ത് നേടിയിട്ടുണ്ട്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷയിൽ 4 റാങ്കുകളും സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. എല്ലാ കോഴ്സുകളിലും വർഷം തോറും മികച്ച വിജയശതമാനം ലഭിച്ചുവരുന്നു. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇസ്ലാമിക സ്ഥാപനങ്ങൾ നടത്തിയും അധ്യാപികമാരായി സേവനമനുഷ്ഠിച്ചും സേവനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ പേര് ഉമ്മു കുൽസും. 2006 മുതൽ 2010 വരെ അധ്യയന വർഷങ്ങളിൽ ഇവിടെ പഠിച്ചിരുന്നു. 2011 ഈ സ്ഥാപനത്തിൽ തന്നെ അധ്യാപികയായിട്ട് സേവനമനുഷ്ഠിച്ചു വരികയാണ്. ശരീഅത്ത് അതുപോലെ മതപഠന ബൗദ്ധിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ ഈ അൽബനാത്ത് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 വർഷത്തെ ശരീഅത്ത് കോളേജ് പഠിച്ച ശേഷമാണ് അൽബനാത്ത് കോളേജിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുയരുകയും അള്ളാഹുവിനോട് അടുക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശരീഅത്ത് കോളേജിൽ 3 വർഷം പഠിച്ചതുകൊണ്ട് തന്നെ പുറം ലോകത്ത് പോയിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് മതപരമായ ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യമായിട്ടുണ്ട്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അൽബനാത്ത് കോളേജിൽ വെച്ച് ഇസ്ലാമികപരമായും ഭൗതികപരമായിട്ടുമുള്ള ഇൽമുകൾ ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ അൽബനാത്ത് കോളേജ് ഇന്നത്തെ സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ഭാരവാഹികളെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കുടുംബത്തിന്റെ റാണികളായ സ്ത്രീകൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം നൽകി അൽബനാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് അനുദിനം പുരോഗതിയുടെ പടവുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു.